പാവാട, ഈ പെൺകുന്തൻ, പെണ്ണൻ എന്നുള്ള കമന്റുകളെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. അതായത് ആണുങ്ങൾ വിളിക്കാന്നെങ്കിൽ ഓക്കെ, ഇടയ്ക്ക് ഒരു ലേഡി വന്നിട്ട് വിളിച്ചു, നീ വൈറലാവാൻ വേണ്ടി അടിപ്പാവാട കഴിവുന്നോടാന്നുള്ള രീതിയിലാണ് ഇട്ടത് കമന്റ്. ഞാൻ ചോദിച്ചു, ഞാൻ അങ്ങനെ ചെയ്യുന്നതിന് നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിനക്കെന്തെങ്കിലും കുറവുണ്ടോ? ഫോട്ടോ ഇടുമ്പോഴായാലും, ഇതിൻ്റെ ഒരു വീഡിയോ, ഒരു ക്ലിപ്പ് എവിടെയെങ്കിലും ഇടുമ്പോഴായാലും ആളുകൾ വന്ന് പൊങ്കാലയിടും, പിന്നെ കുറ്റം പറയത്തുള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അതിലൊന്നുമില്ല, നമ്മളല്ലേ ജീവിക്കുന്നത്, മറ്റുള്ളവരെ നമുക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ആളുടെ സ്റ്റാൻഡ്. അതിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പം വീഡിയോ ഇട്ട് തുടങ്ങാനുള്ളൊരു ഇത്. ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു. ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് ഒരു കുറവും വരുത്താതെ തന്നെയാണ് നോക്കിയത്. നമ്മൾ ചെയ്യുന്നതുകൊണ്ട് എന്റെ മോൻ ഇത് കണ്ടുപിടിക്കുന്നതുകൊണ്ട് അവന്റെ ഭാര്യയ്ക്കും അതൊരു ഇതാണ്. എനിക്ക് കിട്ടിയ ഭാഗ്യം എന്റെ മോന്റെ ഭാര്യയ്ക്കും കിട്ടണമല്ലോ. ഇഷ്ടമെന്ന് പറഞ്ഞത് എന്റെ ബർത്ത്ഡേയുടെ അന്ന് എനിക്ക് സർപ്രൈസ് ആയിട്ട് പേര് പച്ച കുത്തിയായിരുന്നു. എന്റെ പേര് എനിക്ക് എവിടെ തോന്നി ഇതിനെ കൊണ്ട് ഞാൻ പോത്തുള്ളൂ. അമലിന് ഒരുപാട് പെണ്ണുങ്ങൾ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ലേഡീസൊക്കെ മെസ്സേജ് അയക്കും, ചേട്ടാ സൂപ്ര എന്നൊക്കെ പറയും, വൈഫ് ഭാഗ്യവതിയാ. അതൊക്കെ എനിക്ക് ഒരു പ്രൗഡായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇപ്പൊ ഞാനിപ്പം അറിയാലോ, ഞാൻ അവളെ പ്രേമിച്ച് കല്യാണം കഴിച്ചാണ്. അപ്പൊ ഈ സാഹചര്യത്തിലും അവള് എന്നെ നോക്കുമ്പം ഇതൊക്കെ തിരിച്ച് ഇങ്ങനെ ചെയ്യണ്ടേ. പുരുഷൻ ഇങ്ങനെ ഭയങ്കര പ്രൗഡായിട്ട് ഇത് പറയുമ്പോഴേ അത് കേട്ടിരിക്കാനൊരു യോഗം വേണം. എപ്പോഴെങ്കിലും അവരോട് മനസ്സറിഞ്ഞ് തെറ്റായി പോയി? ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് കണക്കായിരുന്നു. പക്ഷെ ഈ ഒരു കാര്യം വന്നപ്പോ എന്തുകൊണ്ട് നീ എന്നോട് പറഞ്ഞില്ല? നീ എന്റെ പൊന്നു മോളായിരുന്നു, നിന്നിൽ എനിക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു, അപ്പൊ നീ എന്നോട് ഇത് ചെയ്തത് എന്ന്. അതാണ് പപ്പയ്ക്ക് ഏറ്റവും വിഷമം, നീ ഒരു വാക്ക് പറഞ്ഞില്ല എന്നാണ്. പുരുഷൻ വീട്ടിലെ പണി ചെയ്യുകയും സ്ത്രീയെ ജോലിക്ക് അയക്കുകയും ചെയ്താൽ ഈ സമൂഹം എന്തോ കുറച്ചിലായി കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഫാമിലിയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. അമലും ഭാഗ്യം. അതെ, ഭാഗ്യാണല്ലേ, ഭാഗ്യവതിയാണ്. സത്യം. ഞാൻ റീല് കണ്ടപ്പോഴേ, ഒരു ദിവസം ഇങ്ങനെ റീൽ ഇട്ടേക്കുന്നു, എണീറ്റിട്ട് ഭക്ഷണം കൊടുക്കുന്നു, അതായത് കുഞ്ഞിനും ഒരേ സമയം ഭാഗ്യക്കും ഭക്ഷണം തരുന്ന അമല്. അപ്പൊ ഞാനൊക്കെ കാണുന്ന ഏതോ ഒരു കിനാശേരി. പണിക്ക് പോകുന്നതിന്റെ മാത്രമല്ല, നമ്മൾ ജോലി എടുക്കുന്നതിന്റെ മാത്രമല്ല, നമ്മളെ കൂടെ ടേക്ക് കെയർ ചെയ്യുക എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അത് ഏറ്റവും കൂടുതൽ പാവാട എന്നുള്ള വിളിയാണ്. അത് നമ്മൾ പറയണല്ല, അത് നമ്മൾ എന്തെങ്കിലും ഒരു സ്ത്രീ എന്തെങ്കിലും ഒരു ശബ്ദം വെച്ചാൽ തന്നെ അപ്പുറത്തുള്ള പുരുഷൻ സൈലന്റ് ആണ്, ഉടനെ പറയുന്നത് അവൻ പാവാടയാണ്. പിന്നെ വെളിയിലേക്ക് പോകുന്നത് പാവാട വിസ എന്ന് പറഞ്ഞൊരു വിസ തന്നെയുണ്ടെന്ന് പറയും. സ്ത്രീകളുടെ വിസയില്, അതായത് ഇവിടെ നിന്ന് പഠിച്ചു പോകുന്ന സ്ത്രീകളുടെ വിസയിൽ പോകുന്ന ആമ്പിള്ളേരെ. അമലേ, എങ്ങനെ പോകുന്നു നിങ്ങളുടെ ജീവിതം? ജീവിതം ഇപ്പം നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്, സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരു കുഞ്ഞല്ലേ? മോന് ശ്രാവൺ. കുഞ്ഞിനെ കൊണ്ടുവരാതെയാണല്ലേ വന്നേ? പനിയായി. ഭാഗ്യ എന്താ ജോലി ചെയ്യുന്നേ? ഞാൻ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫാണ്, നാണി ഹോട്ടൽ കൊല്ലം വർക്ക് ചെയ്യുന്നത്. എത്ര നാളായി ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട്? അവിടെ പോകാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 2 മാസമേ ഉള്ളൂ. അല്ലാണ്ട് ജോലിക്ക് ഞാൻ റെയിൽവേയിലായിരുന്നു, അവിടുന്ന് ഷിഫ്റ്റ് ആയതാണ്. അമല എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നതെന്ന് അറിയാം, അത് ആ വീഡിയോ കാണുമ്പോൾ അറിയാം. വീട്ടിലെ എല്ലാ പണിയും ആര് പഠിപ്പിച്ചു? ഭാഗ്യ പഠിപ്പിച്ചോ അതോ? അതേക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ 3 ആൺമക്കളാണ്. അപ്പം ഞങ്ങൾ പെൺമക്കളൊന്നും എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഒറ്റൊരു പെണ്ണേ ഉള്ളൂ, ഇത് കൊച്ചുമക്കളായിട്ട്. അപ്പോൾ ഞങ്ങളുടെ അമ്മയും അച്ഛമ്മയൊക്കെ ഞങ്ങളെ ആ രീതിയിലാണ് വളർത്തിയത്. അതുപോലെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് ആ രീതിയിൽ മുറ്റം തൂക്കാനും പാത്രം കഴുകാനും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. കുറച്ചുകൾ ഈ പ്രേമിക്കുന്ന സമയത്ത് അത് കുറച്ച് ഒരു പുറമോട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ ജീവിതം തുടങ്ങി അപ്പം അമ്മയാണ് ഇതിന് മെയിൻ കാരണം. അമ്മയാണ് ഇതെല്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഞങ്ങൾ പറഞ്ഞല്ലോ 3 പേരാണ്, ആൺപിള്ളേരാണ്. അപ്പം ആ രീതിയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. മൊത്തം പണി വീട്ടിലെ ചെയ്യിപ്പിക്കുമായിരുന്നു ചെറുതിലെ തന്നെ? മൊത്തമല്ല. അപ്പം അമ്മ അംഗനവാടി ടീച്ചറാണ്. അപ്പം അമ്മ ഇപ്പം സ്വയമായിട്ടൊരു സമൂഹത്തിനൊരു നേരെ വഴിയാട്ടേണ്ട ഒരാളല്ലേ. അപ്പോൾ ആ രീതിയിൽ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഒരു പെമ്മക്കളില്ലാത്തതിൻ്റെ ഒരു കാര്യം ഇടയ്ക്കിടയ്ക്ക് അമ്മ ഇങ്ങനെ പറയും. അപ്പൊ ആ രീതിയിൽ തന്നെ എല്ലാ വർക്കുകളൊക്കെ അമ്മയ്ക്ക് അഭിമാനിക്കാം. പെമ്മക്കൾ എന്തിനാ? ആദ്യം ആമ്പിള്ളേരുള്ള വീട്ടിൽ പോകുമ്പോ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, നമ്മളെല്ലാ ജോലിയും ചെയ്യണം എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പം അതങ്ങ് മാറി. അല്ല, ഇതിന് ഏറ്റവും കൂടുതൽ ഭാഗ്യമാണോ ചീത്തപ്പേര് കേൾക്കുന്നത് അതോ അമലാണോ കേൾക്കുന്നത്? അത് സ്വാഭാവികമായിട്ടും രണ്ടുപേർക്ക് ഒരേപോലെ തന്നെ കേൾക്കുന്നുണ്ട്.
ഭാഗ്യയുടെ വീട്ടുകാരെന്നാ പറയുന്നത്? അവർക്കും ഇപ്പോഴും എതിർപ്പുണ്ട്. ഞാനാണ് പറഞ്ഞ് ജോലിക്ക് വിടാത്തത് എന്നുള്ള രീതിയിൽ അവരിച്ചിരി ഓർത്തഡോക്സ്, അവര് നമ്മളുടെ ഇത് നോക്കി പറയുന്നുണ്ട്. എന്നാലും എനിക്ക് എന്താണ് പുള്ളിക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. പുള്ളിക്ക് തോന്നും പുള്ളി ജോലിക്ക് പോട്ടെ. ഇപ്പൊ വയ്യാത്തപ്പം എനിക്ക് ജോലി ഉണ്ടല്ലോ, അപ്പൊ പുള്ളിയെ ടേക്ക് കെയർ ചെയ്ത് ഞാൻ നോക്കേണ്ട കടമ എന്റേതാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനല്ലേ? തീർച്ചയായും അതാണല്ലോ പാർട്ട്നേഴ്സ്. നമ്മള് ഭാര്യ ഭർത്തൃ പറഞ്ഞ പണ്ടായിരുന്നു. ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു. അപ്പം ആദ്യം ഇപ്പൊ എന്നെ പുള്ളി നല്ല ടേക്ക് കെയർ ചെയ്താണ്. ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് ഒരു കുറവും വരുത്താതെ തന്നെയാണ് നോക്കി. നിങ്ങൾ ഇപ്പൊ താമസിക്കുന്ന ഒറ്റയ്ക്കാണോ? അല്ലല്ല, അച്ഛന്, അമ്മ, ഞാന്, ചേട്ടന്, മോന്. അപ്പൊ അനിയനും വൈഫും അവരുടെ വീട്ടിലാണ്. ഓക്കെ. അപ്പൊ ചേട്ടൻ കല്യാണം കഴിച്ചിട്ടില്ല? ചേട്ടൻ. അപ്പൊ നിങ്ങളാണ് വീട്ടിലെ കാര്യങ്ങൾ. അപ്പം ഭാഗ്യ ജോലിക്ക് പോകുന്നുണ്ട്, അമല് ജോലിക്ക് പോകുന്നില്ല. ഞാൻ ഇപ്പൊ ജോലിക്ക് പോയി തുടങ്ങി. കാറ്ററിംഗിന്റെ ഇതിന് പോകുന്നു. അപ്പം ആ വീഡിയോയിലൊക്കെ രാവിലെ എണീക്കുന്നു, മുറ്റം അടിക്കുന്നു. മുറ്റമൊക്കെ അടിക്കുന്ന കണ്ടപ്പോ എനിക്ക് തന്നെ അല്ലേ, നമ്മൾ കാണുന്ന ഒരു സൊസൈറ്റിയിൽ ഇപ്പം അങ്ങനെ പറയാനാണെങ്കിൽ നമ്മളുടെ ഒരു ഇതില് ആണുങ്ങൾ ഈ പണി ചെയ്യരുത്. അവരാണ് ഭക്ഷണം ഉണ്ടാക്കാനുള്ള വക ഉണ്ടാക്കേണ്ടവർ. നമ്മൾ സ്ത്രീകൾ അവർ കൊണ്ടുവരുന്നത് ഉണ്ടാക്കി കഴിക്കണം. പക്ഷെ നമ്മുടെ ഒരു ജനറേഷൻ മാറി, സ്ത്രീകളും ജോലിക്ക് പോയി തുടങ്ങിയപ്പോഴത്തേക്ക് ഈക്വലായി ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടാണ്. അതായത് ചില സ്ത്രീകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, തിരുവനന്തപുരത്ത് ജോലിയുള്ളവർ തിരിച്ചു വരുമ്പോൾ ട്രെയിനിൽ ഇരുന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ട്രെയിനിലാണ് പോകുന്നത്, ഞാൻ കണ്ടിട്ടുണ്ട്. പച്ചക്കറി അരിയും എനിക്ക് ഭയങ്കര ഇത് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് നാളെ രാവിലത്തേക്ക് അത് വേവിച്ച് വേണം അവർക്ക് വീണ്ടും പോവാൻ. പക്ഷെ ഭാഗ്യയെ സംബന്ധിച്ച് തിരിച്ചു വരിക, കുളിക്കുക. അല്ല, ഞാൻ അരിഞ്ഞൊക്കെ രാത്രി വെക്കും. ടൈം കിട്ടും. ഞങ്ങള് രാത്രിയില് ഈ പാചകം ചെയ്യാനുള്ള സാധനങ്ങൾ ഒരുമിച്ച് അരിഞ്ഞൊക്കെ വെക്കും, ഫ്രിഡ്ജിൽ കയറ്റി വെക്കും. അത് രാവിലെ കുക്ക് ചെയ്യും. ഇവിടുത്തെ അമ്മയും കാണും, ഞങ്ങളും എല്ലാവരും കൂടെ ചെയ്യുന്നത്. ഞാനും ഇപ്പം എന്റെ മോനെ ചെറുതായിട്ടൊക്കെ ചെയ്യിപ്പിക്കും. എനിക്ക് കിട്ടിയ ഭാഗ്യം എന്റെ മോന്റെ ഭാര്യയ്ക്കും കിട്ടണമല്ലോ. അല്ലാതെ ദുഷ്ടയായ അമ്മായിയമ്മയുടെ നമുക്ക് നാളെ ഒരു കുടുംബമായി കഴിഞ്ഞാൽ മക്കളുണ്ടെങ്കിലേ മക്കളെ കെട്ടിച്ച നമ്മൾ നമ്മുടെ ജീവിതം ജീവിക്കണം എന്നുള്ളതാ. എന്റെ ഹസ്ബൻഡും ഇതുപോലെ തന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഈ മുറ്റം അടിക്കുന്ന പാത്രം കഴുകുന്നത് പുള്ളി മുറ്റം അടിക്കത്തില്ല, പാത്രം കഴുകുന്ന പുള്ളി എങ്ങനെയാണെന്നറിയോ, എന്നോട് പറയും രാത്രി കഴുകുക, ഇല്ല നമ്മളെക്കാളും നാട്ടുകാർക്കാണ് പ്രശ്നം, കണ്ടു നിൽക്കുന്നവർക്ക്. അത് ഉണ്ട് നമ്മുടെ ഫാമിലിയിലുള്ള എന്ന് വെച്ചാൽ കുടുംബത്തിൽ മൊത്തത്തിൽ പറയുമ്പോൾ കുടുംബത്തിലായാലും ഉണ്ട് കുറച്ച് പേർക്ക് അതിന് എതിർപ്പുണ്ട്. കാരണം അവരൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ ആളുകളാണ്. ഞങ്ങളുടെ ഏരിയ എന്ന് പറഞ്ഞാൽ നാട്ടുംപുറം ഏരിയ. എവിടെയാ വീട്? കൊട്ടാരക്കര തലപൂർ എന്ന് പറയും. തലപൂർ കുര എന്ന് പറഞ്ഞ ഒരു ഗ്രാമം എന്ന് വെച്ചാൽ പഴയ ആളുകളാണ് കൂടുതലും. ഇപ്പം പറഞ്ഞ പുരോഗമനമായിട്ട് ചിന്തിക്കുന്ന ആളുകളൊക്കെ വളരെ കുറവാന്ന് വെച്ചാൽ അതെ അതെ. നമ്മുടെ ഫാമിലി തന്നെ അങ്ങനെയുള്ള ആളുകളുണ്ട്. നമ്മളിപ്പം ഈ ജോലി ഇങ്ങനെ ചെയ്യുമ്പോഴൊക്കെ ഇപ്പം കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 8-6-7 മാസം മുമ്പാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സെയിൽസ് ഫീൽഡിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് എനിക്ക് ഫീൽഡിലായിരുന്നു പോകുന്നത്. കൊല്ലം, തിരുവനന്തപുരം, അങ്ങനെ ഓരോ ഡിസ്ട്രിക്റ്റിലും ഇവിടെ പിറവം വരെ വന്നിട്ടുണ്ട്. ആഴ്ചയിൽ ഒരു ആഴ്ചയൊക്കെ വരണം. അപ്പോൾ 8 വർഷമായിട്ട് ഞാൻ അതിലാണ് വർക്ക് ചെയ്തത്. അപ്പം എനിക്ക് ബാക്ക് പെയിൻ കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു, ബാക്ക് പെയിനായി. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഡോക്ടർ പറഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വണ്ടിയെ ഓടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ അത് കുറച്ച് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ വീട്ടിലേക്ക് ജോലിയൊക്കെ നടത്തി വീട്ടിൽ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ റെസ്റ്റ് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചുമ്മാ നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന നേരത്ത് നമ്മൾ പാത്രം കഴുകുക അങ്ങനെയൊക്കെ ചെയ്ത്. അപ്പോൾ ഇങ്ങനെ വൈഫ് തന്നെ പറഞ്ഞു, എടുത്ത് ഭാഗ്യം തന്നെ പറഞ്ഞു, ഇതുപോലെ എന്തായാലും ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അവിടെ ഒരു ക്യാമറ വയ്ക്കുക, ഒരു വീഡിയോ എടുക്കുക, ഷൂട്ട് ചെയ്യുക. എല്ലാവരും ഇങ്ങനെ സ്വാഭാവികമായിട്ടും ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവൾ പറഞ്ഞ് അങ്ങനെ ചെയ്തോളാം പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഞാൻ അങ്ങനെ ചെയ്യുന്നതിന് നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിനക്കെന്തെങ്കിലും കുറവുണ്ടോ എന്ന് ചോദിച്ചു. കാരണം സമൂഹം നിന്നെ ഇപ്പോൾ ഞാനൊരു ഫോട്ടോ ഇടുമ്പോഴായാലും ഇതിൻ്റെ ഒരു വീഡിയോ, ഒരു ക്ലിപ്പ് എവിടെയെങ്കിലും ഇടുമ്പോഴായാലും ആളുകൾ വന്ന് പൊങ്കാലയിടും, നിന്നെ കുറ്റം പറയത്തുള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അതിലൊന്നുമില്ല, നമ്മളല്ലേ ജീവിക്കുന്നത്, മറ്റുള്ളവരെ നമുക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ആളുടെ സ്റ്റാൻഡ്. അപ്പോൾ അതിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പം വീഡിയോ ഇട്ട് തുടങ്ങാനുള്ളൊരു ഇത് കിട്ടി. നല്ല സപ്പോർട്ടീവായിട്ട് തന്നെ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് പ്രൊമോട്ട് ജോലിയിൽ നിന്ന് പ്രൊമോട്ട് മാറേണ്ട സമയത്തായാലും അവള് എന്നെ ടേക്ക് ചെയ്ത് എൻ്റെ അടുത്ത് പറഞ്ഞാൽ പഠിക്കാൻ പോക്കോളാന്നാ പറഞ്ഞത്. ഞാൻ +2 ആണ്, അവള് MBA ഗ്രാജുവേറ്റാണ്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ എന്തെങ്കിലും ഇഷ്ടപ്പെടുന്ന ലോജിസ്റ്റിക്സോ എന്തെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പഠിക്കാൻ പോകണമെന്നുള്ളൊരു സാഹചര്യം പറ്റത്തില്ല. കാരണം മോനിപ്പോൾ അംഗൻവാടി പോയിക്കൊണ്ടിരിക്കും. അപ്പം രാവിലെ കൊണ്ടുപോകണം, വിളിച്ചുകൊണ്ട് വരണം, ആ ഒരു റൊട്ടീൻ തന്നെ മാറിപ്പോവും. അപ്പം ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഇതേപോലെ വീഡിയോ ഒക്കെ ചെയ്ത് ഇപ്പം വീണ്ടും ജോലിക്ക് ഇറങ്ങി. കുറച്ച് ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞ് കുറച്ച് പ്രശ്നമില്ല, കുറച്ച്
വർക്കൊക്കെ ചെയ്തോളാൻ പറഞ്ഞു. സ്വാഭാവികമായിട്ട് നമ്മൾ വലിയ വർക്ക് എടുക്കേണ്ട നമ്മുടെ അടുത്ത് തന്നെ ഒരു ചേട്ടനുണ്ട്, ഈ ഈവന്റ് മാനേജ്മെന്റ് ഫുള്ളായിട്ട് ചെയ്യുന്ന ഒരു ചേട്ടനാണ്, ശരത് എന്നാ പേര്. ഞങ്ങൾ അമ്പിളി എന്നാണ് വിളിക്കുന്നത്. പുള്ളിയുടെ കൂടെ വർക്കിന് കൊണ്ടുപോകും. അപ്പം പുള്ളി വർക്കിന് കൊണ്ടുപോയി എന്ന് വെച്ചാൽ കാറ്ററിങ്ങിന്റെ ഈ വിളമ്പ് അങ്ങനെയുള്ള ഈവന്റ് പരിപാടികളൊക്കെ. അപ്പൊ അതിന് ചെറുതായിട്ട് ഇങ്ങനെ പോകും. ഇങ്ങനെയാണ് ലൈഫ്. അല്ല, അത് നല്ലതാണ്. നമ്മളത് കേട്ടിരിക്കുകയാണ്. ഒരു പുരുഷൻ ഇങ്ങനെ ഭയങ്കര പ്രൗഡായിട്ട് ഇത് പറയുമ്പോഴേ നമ്മളതിങ്ങനെ അത് കേട്ടിരിക്കാൻ ഒരു യോഗം വേണം. സീരിയസ്ലി നമ്മളെപ്പോഴും പറയുന്നത് ഒരു പുരുഷാധിപത്യ സമൂഹമാണെന്ന് പറയുമ്പോഴും വളരെ റയറായിട്ട് അതൊന്നും അല്ല. എന്നെ ഈ പാവാട, ഈ പെൺകൂന്തൻ, പെണ്ണെന്നുള്ള കമന്റുകളെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. അതായത് ആണുങ്ങൾ വിളിക്കാന്നെങ്കിൽ ഓക്കെ, ഇടയ്ക്ക് ഒരു ലേഡി വന്നിട്ട് വിളിച്ച് എന്തുവാ ഞാൻ എന്ത് ചെയ്യില്ല അലക്കുന്ന സമയത്ത് ആ വീഡിയോ കണ്ടിട്ട് ഒരു ലേഡി വന്നിട്ട് എന്തോ ഒരു കറക്റ്റ് എനിക്ക് വാക്ക് ഓർമ്മയില്ല, അങ്ങനെ കൂട്ടത്തിൽ ചീത്തയൊക്കെ ചേർത്ത് വിളിച്ച്. ഞാൻ ജസ്റ്റ് ഇപ്പൊ ഈ കമന്റ് ബാഡ് കമന്റ് ഇടുന്നവരൊക്കെ ജസ്റ്റ് കയറി നോക്കും, പ്രൊഫൈലൊക്കെ നോക്കും. ഇനിയിപ്പോ നല്ല ഫെമിലിയർ ആയിട്ടുള്ള ആളാണോ അതോ ഒന്ന് നോക്കും. നോക്കുമ്പോ കാണാം ആ വീഡിയോക്കകത്ത് ഒരാളുണ്ട് ബിഗ് ബോസിൽ കുറ്റം പറഞ്ഞുകൊണ്ട് പുള്ളി വീഡിയോ ഇട്ടേക്കുന്നു. പുള്ളി ചെയ്തേക്കെന്ന് പറഞ്ഞാൽ പുള്ളി ഇതേപോലെ തന്നെ വൈറലാവാൻ നോക്കുക. ഇതിനകത്ത് കമന്റ് വന്നാൽ നീ വൈറലാവാൻ വേണ്ടി അടിപ്പാവാട കഴിവുന്നോടാന്നുള്ള രീതിയിലാണ് ഇട്ടത് കമന്റ്. അപ്പൊ ഞാൻ കയറി പുള്ളിയുടെ ഐഡി നോക്കിയപ്പോ കാണാൻ ബിഗ് ബോസിനെ കുറ്റം പറയാം, ചീത്ത വിളിക്കുന്നു. അത് കണ്ടപ്പോ ഞാൻ തിരിച്ച് കമന്റ് ഇട്ട്, നിങ്ങൾ പിന്നെ എന്തേ കാണിക്കണേ, നിങ്ങൾ ഈ സെയിം സാധനം തന്നെയല്ലേ കാണിക്കുന്നേ, ഞാൻ എന്റെ ലൈഫ് കാണിക്കുന്നു, നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങളുടെ കണ്ടന്റ് ആക്കുന്നു എന്നുള്ളൊരു രീതിയിൽ പുള്ളി അങ്ങനെ പറഞ്ഞു. അപ്പൊ ആ പുള്ളി എന്താ പറയുന്നേ പിന്നെയും ചീത്ത വിളിച്ച്, പിന്നെ ഞാൻ അവരെ അവോയ്ഡ് ചെയ്ത് കളഞ്ഞു. അതാണ് നല്ലത്. അമലിന് ഒരുപാട് പെണ്ണുങ്ങൾ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ചേട്ടനെ പോലെ, ഇല്ലേ? നല്ല മെസ്സേജ് അയക്കാറുണ്ട്, ലേഡീസൊക്കെ മെസ്സേജ് അയക്കും, ചേട്ടാ സൂപ്ര എന്നൊക്കെ പറയും, വൈഫ് ഭാഗ്യവതിയ എന്നൊക്കെ പറയും. അതൊക്കെ ആകുമ്പോ എനിക്ക് ഒരു പ്രൗഡായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇപ്പൊ ഞാനിപ്പം അറിയാലോ, ഞാൻ അവളെ പ്രേമിച്ച് കല്യാണം കഴിച്ചാണ്. അപ്പൊ ഈ സാഹചര്യത്തിലും അവള് എന്നെ നോക്കുമ്പം ഞാൻ ഇതൊക്കെ തിരിച്ച് ഇങ്ങനെ ചെയ്യണ്ടേ. സൊസൈറ്റി അതിന് ഇപ്പൊ ഒരാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൂടി സമ്മതിക്കത്തില്ല. സമ്മതിച്ചാൽ തന്നെയും ഇതുപോലെ ചെയ്യുന്ന ഒരു മനുഷ്യനെ നല്ലൊരു ഫാമിലി ആയിരിക്കും ചിലപ്പോൾ അടിച്ച് പിരിച്ച് ഡിവോഴ്സിന്റെ പക്കത്തിൽ വരെ എത്തിക്കും. അങ്ങനെ കാണാറുണ്ട്, ഇല്ലേ? നമുക്ക് എപ്പോഴും മസ്കുലിയൻ ആയിരിക്കണം പുരുഷൻ, അല്ലാത്തവരൊക്കെ സ്ത്രൈണതയുള്ള പുരുഷന്മാരാണെന്നാണ്. അതെ, അങ്ങനെയാണ് ഒരു പൊതുവേ ഉള്ള ഒരു വെപ്പ്. എനിക്ക് നിങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അത് വേറൊന്നുമല്ല, ഒരുപാട് പേർക്ക് അത് ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ. കാരണം നമ്മൾ എത്രയോ സ്ട്രെസ്, നിങ്ങൾ എടുക്കുന്ന അതേ സ്ട്രെസ് തന്നെയാണ് ആ വീഡിയോയുടെ അടിയിൽ നല്ല നല്ല ആളുകൾ കിടന്ന് കമന്റ് എന്ന് വെച്ചാൽ മൊത്തം ആള് ബാഡായിട്ടുള്ള ആളുകളൊന്നും പറയുന്നുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം എന്നൊക്കെ പറഞ്ഞു. ഓരോരുത്തർ ലേഡീസ് ആയാലും ജെന്റ്സ് ആയാലും വന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. അതായത് വരുമ്പോഴേ വയ്യ, നമുക്കൊന്ന് ഇരുന്നാൽ മതി കിടന്നാൽ മതി എന്ന് വിളിക്കുമ്പോഴേക്കും സിങ്ക് നിറച്ച് പാത്രം, കൊച്ചിന് നമ്മൾ ഭയങ്കര ഭ്രാന്തായിരിക്കും അല്ലേ? അവിടെയാണ് നമ്മൾ ഈ പറയുന്ന ഒരാൾ പാർട്ട്ണർ ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര രസമാകുന്നത്. നിങ്ങൾ ഈ പ്രണയ വിവാഹമായിരുന്നു പറഞ്ഞു, വീട്ടുകാർക്ക് എതിർപ്പായിരുന്നു? അത് സ്വാഭാവികമായിട്ടും എതിർപ്പായിരുന്നു. ഒളിച്ചോടി കല്യാണം കഴിച്ചേ. ആഹാ. ഭാഗ്യയുടെ വീട് എവിടെയാ? ഇപ്പം കൊല്ലം കടപ്പാക്കട. അപ്പം എങ്ങനെയാ പ്രണയിച്ചത്? ഇവരുടെ അമ്മയുടെ വീടെന്ന് പറയുന്നത് ഇവിടെ എഴുകോണാണ്. അവിടെയാണ് എൻ്റെ മാമന്റെ വീട്. ഓ, ഇവന്റെ അമ്മയുടെ വീടിന്റെ അടുത്താണ് എന്റെ വീട്. അപ്പൊ അവിടെ വന്ന് പണ്ട് ചെറുതില്ലേ? ചെറുതില്ല, പിന്നെ MBA പഠിക്കുന്ന സമയത്ത്. എനിക്ക് ആക്ച്വലി ഒരു ലവ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ തന്നെ വർക്ക് ചെയ്ത കളമശ്ശേരിയിലെ വർക്ക് ചെയ്തേ, നമ്മുടെ മന്നത്ത് ടവർ എന്ന് പറഞ്ഞ തൊട്ടപ്പുറത്ത് നമ്മുടെ പോലീസ് സ്റ്റേഷൻ ഓപ്പോസിറ്റ് അവിടെ സോളാറിന്റെ ഫീൽഡിലാണ് വർക്ക് ചെയ്തത്. അപ്പൊ അതിനു മുമ്പിട്ടേ എനിക്കൊരു അഫയർ ഉണ്ടായിരുന്നു. അപ്പൊ അതിങ്ങനെ പൊട്ടിയൊക്കെ നിന്ന സമയത്ത് ആണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് വർക്കിന്. അങ്ങനെ വന്ന് ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്ത്, അങ്ങനെ എനിക്കറിയായിരുന്നു, നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, അവരുടെ വീട്ടിൽ വെച്ച് അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലർ ആയിട്ടല്ല, വല്ലപ്പോഴൊക്കെ കാണുമായിരുന്നു. അപ്പൊ അങ്ങനെ റിക്വസ്റ്റ് ഒക്കെ ഇട്ട് മെസ്സേജ് ഒക്കെ അയച്ച് അങ്ങനെ ഒരു പരിചയം. ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ കോംപ്ലക്സ് ഉണ്ടായിരുന്നു. ഇപ്പം MBA പഠിക്കുന്ന ആദ്യം എന്നോട് പറഞ്ഞല്ലോ +2 കാരനാണ്. ഇപ്പം നമ്മളൊരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് പറയുമ്പോഴും കല്യാണത്തിലേക്ക് വരുന്നതെന്ന് പറയുന്നത് രണ്ടാമതാണ്. ഇഷ്ടം ആദ്യം പറയുന്നത്, പിന്നെയുള്ള നമ്മളൊരാളുമായിട്ട് എന്താവണം എന്ന് വെച്ചാൽ എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ? നോർമലായിട്ട് ഇപ്പം ഗേൾസ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ കുറച്ചാൾ നമ്മളെ കുറേ
നടത്തിക്കുമല്ലോ. ടെസ്റ്റ് ചെയ്യുക എത്രത്തോളം ഇഷ്ടമുണ്ട്. അതെ, ഞങ്ങൾ നടത്തുന്നതല്ല. ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് ഫിലിം കണ്ടതാ, ഷോർട്ട് മൂവിയാണ്. അത് ഏതൊരു ആപ്പിന്റെ പരസ്യമാണെന്ന് തോന്നുന്നു. ഏതൊരു ആപ്പിന്റെ പരസ്യമാണ്. ഒരു പെണ്ണ് ഇങ്ങനെ ആപ്പിൽ പരിചയപ്പെടുന്നത്, പെട്ടെന്ന് അവള് പറയും, ഡേറ്റിംഗ് ആപ്പിൽ അങ്ങോട്ട് പരിചയപ്പെട്ടിട്ട് ഇങ്ങനെ പറയും, എനിക്ക് നാളെ അസൈൻമെന്റ് ഉണ്ട് എന്ന് പറയും. ഇവ കുത്തിയിരുന്ന് എഴുതും. അത് കൊണ്ടു കൊടുക്കുമ്പോ പറയുന്നതാണ്, എനിക്ക് അസൈൻമെന്റ് ഒന്നുമില്ല, എത്രത്തോളം കഷ്ടപ്പെടും. അതുപോലെയാണല്ലേ? അത്രയൊന്നും കഷ്ടപ്പെടുത്തിയൊന്നുമില്ല, പിന്നെ കുറച്ചൊക്കെ ചെറുതായിട്ട്. പിന്നെ ഇഷ്ടമെന്ന് പറഞ്ഞത് എന്റെ ബർത്ത്ഡേയുടെ അന്ന് എനിക്ക് സർപ്രൈസ് ആയിട്ട് പേര് പച്ച കുത്തിയായിരുന്നു. എന്റെ പേര് എനിക്ക് എവിടെ തോന്നി ഇതിനെ കൊണ്ടേ ഞാൻ പോത്തുള്ളൂ. ഞാൻ അന്ന് ആത്മാർത്ഥമായിട്ട് ഫസ്റ്റ് പ്രേമം ഉണ്ടെന്നുള്ളു, ഭയങ്കര സിൻസിയർ ആയിരുന്നു എനിക്ക്. അതിങ്ങനെ അവരുടെ ഫാമിലിയിൽ കുറച്ച് പ്രശ്നം, നമ്മൾ കുറച്ച് ഫിനാൻഷ്യലി അല്ല, വേറെ അത് പറയുന്ന പോലും എനിക്ക് ഇഷ്ടമല്ല. ആ രീതിയിൽ ആണെന്നുള്ള രീതിയിലൊക്കെ സംസാരമായി, അവരുടെ ഫാമിലിയിലൊക്കെ ആയി, അങ്ങനെ അത് പൊട്ടിപ്പോയതാണ്. അപ്പം ഇനി ഒരു പെണ്ണിനെ പ്രേമിക്കുന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രമായിരിക്കും എന്നുള്ളൊരു ഉണ്ടായിരുന്നു. ഇവളെ പരിചയപ്പെട്ട് ഇവളോട് സംസാരിച്ച് ആ രീതിയിൽ തന്നെ ഈ പറഞ്ഞ കണക്ക് സിംഗായപ്പോൾ തന്നെ എനിക്ക് ഇവിടെ പേര് എഴുതണമെന്ന് തോന്നി. കുഴപ്പമില്ല, ഓ ഭാഗ്യം. നല്ലതാണ്. ചില ആളുകൾ ഭയങ്കരമായിട്ട് ലവ് എക്സ്പ്രസ് ചെയ്യുന്ന ഇങ്ങനെ പല രീതിയിലാണ്. കരയാണോ? അല്ല, പറഞ്ഞതേ ഉള്ളൂ. എന്ത് പറ്റി? അങ്ങനൊന്നുമില്ല. കരയാണെന്ന് വെച്ചാൽ എന്റെ കണ്ണ് ആദ്യം നിറഞ്ഞു. നിങ്ങൾക്കൊന്നും കരയാതിരുന്നൂടെ മനുഷ്യന്മാർ? ഞാൻ കരയുന്നു. എന്താണ് ഇമോഷണൽ? കുഴപ്പമില്ല. എന്തായി ആ മൊമെന്റ്സ് ഓർത്താണോ? അതെ അതെ. നമ്മളിപ്പോ ഈ ഫസ്റ്റ് പ്രേമം ഞാൻ എപ്പോഴും വിചാരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കാണുന്നത്, അപ്പൊ ആരുടെ ആയാലും മനസ്സിലുണ്ടാവും, മരണം വരെ ആ ഒരു വ്യക്തിയുടെ ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് നമ്മളെ ഇട്ടിട്ട് പോയിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ നോക്കുന്നത് ഇവിടെ. അത് പോയത് തന്നെ വലിയ കാര്യം എന്നുള്ള രീതിയിൽ തന്നെ. കാരണം ഒരു പോന്നെങ്കിൽ പോട്ടെന്നുള്ള ആ ഒരു മൈൻഡ് ഉണ്ടല്ലോ, നമ്മളെ ഇട്ട് കളഞ്ഞിട്ട് പോയവര് ചില നമ്മളത് കൂടെ എപ്പോഴും കാണുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ പോയി കഴിയുമ്പോൾ നമുക്ക് വീണ്ടും കിട്ടിയത് അതിനെക്കാട്ടി വലിയ നല്ലൊരാളാണെന്ന് കഴിക്കുമ്പോൾ ഒരു അല്ല, അത് തന്നെയാണ് നമ്മൾ ഭാഗ്യനെ അങ്ങനെ ഇപ്പം പച്ച കുത്തിയിട്ട് വന്നു. ഇപ്പം ഭാഗ്യ പെട്ടെന്ന് സിൻസിയർ ആണെന്ന് തോന്നിയോ? അത്രയ്ക്ക് സ്നേഹിക്കണമെങ്കിൽ നമ്മൾ ഇത്ര വേദന സഹിച്ച് പച്ച ഒക്കെ കുത്തുന്നത് ഞാൻ ചെയ്തില്ല. വേദനിക്കുന്ന ഇഷ്ടമല്ല. ആ പച്ച കുത്തിയിട്ട് വന്ന് പിന്നെ എപ്പോഴാണ് നിങ്ങൾ കല്യാണത്തെ കുറിച്ചൊക്കെ സംസാരിച്ചേ? എൻ്റെ വീട്ടില് കല്യാണമൊക്കെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. എന്നുവെച്ചാൽ പപ്പ എന്നെ ഗൾഫിലോട്ട് കൊണ്ടുപോയി ജോലിയൊക്കെ മേടിച്ചു തരാനുള്ള രീതി കൊറോണ ടൈമില്. അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ ഉള്ള രീതി പറഞ്ഞു. അപ്പൊ എന്നാ നീ വാ, അതും കൊറോണ ഇങ്ങോട്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് വരാൻ പാടില്ല. അത് ഡോക്ടർമാരുടെ കുറിപ്പടിയില്ലാതെ നമുക്ക് എങ്ങോട്ടും പോകത്തില്ല. ആ ടൈമായിരുന്നു മൊത്തത്തിൽ ലോക്ക് ചെയ്ത സമയത്താണ് ഞാൻ പിടിച്ചോണ്ട് വന്നത്. അതെ, ഏതാണ്ടൊക്കെ വഴി കൂടെ ജീവിതം തകർന്നവരെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ബിസിനസ് ഒക്കെ നിങ്ങൾ ജീവിതം തുടങ്ങിയല്ലേ കൊറോണ? അതായത് ചെല്ലുന്നിടത്ത് മൊത്തം പോലീസ്, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ കുണ്ടറ നിങ്ങൾ ഇറങ്ങി പോകുന്ന ഇത് ലോക്കാണ്. അപ്പൊ പപ്പ വീട്ടിലറിഞ്ഞിട്ട് സീനാക്കിയോ? അന്ന് ഗൾഫിലായിരുന്നു. നിങ്ങൾ കഥയായിട്ട് പറ. ഞാനാണ് ചോദിച്ചു ഞാൻ വശം കേട്ടോ. എനിക്ക് ഇത്തിരി നേരം റെസ്റ്റ് തായി പറ. അതായത് കൊറോണ ടൈമിലായിരുന്നു. അപ്പം കൊറോണ ടൈമിൽ എല്ലാം അടച്ചിട്ടൊക്കെ ഹോട്ടലുകൾ കാര്യങ്ങളെല്ലാം. അല്ല, പെട്ടെന്ന് ഇങ്ങനെ വീട്ടിൽ പ്രശ്നമായതുകൊണ്ട് ഒന്നിച്ച് ജീവിക്കാം. അവരുടെ വീട്ടിൽ പ്രശ്നമായിരുന്നു. കാരണം 10-26 വയസ്സായ. അപ്പം ആ സമയം ഇപ്പം അറിയാലോ, ഒരു പ്രായം കഴിയുമ്പം കെട്ടിച്ചു വിടുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണല്ലോ സമൂഹത്തിനുള്ള. അപ്പം കല്യാണമൊക്കെ നോക്കാനുള്ള സെറ്റപ്പൊക്കെ ആക്കിയപ്പോൾ ഇവള് പറഞ്ഞു ഇതേപോലെ ഇങ്ങനെയൊക്കെ തീരുമാനിക്കുന്നുണ്ട്. എനിക്കറിയായിരുന്നു ഒരിക്കലും നടത്തി തരത്തില്ലെന്നറിയാം. കാരണം ഞാൻ ഇത്രയും പഠിച്ചത് കൊണ്ട് തന്നെ ഒരിക്കലും അവര് ആ രീതിയിലേ നോക്കും. ഒരു അച്ഛനും അമ്മ എന്നുള്ള രീതിയിൽ അവർ ആ രീതിയിൽ നോക്കും. അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ഇപ്പൊ എനിക്കൊരു മോനായാലും ഞാനും ആ രീതിയിലേ ചിന്തിക്കത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ വീട്ടില് സീനായി എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോഴത്തേക്ക് പ്രൂഫൊക്കെ എടുത്തു പോയി ഞാൻ ഒന്ന് വിളിച്ചോണ്ട് പോവാന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി തന്നെ അമ്മയ്ക്ക് മനസ്സിലായി ഇന്ന് ഇവിടെ പോവും എന്നുള്ള രീതിയിൽ മനസ്സിലായി. അങ്ങനെ അമ്മ അനിയത്തേക്ക് ഉറങ്ങാതൊക്കെ ഇരുന്ന് ഒരു 10-15 മിനിറ്റ് ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ഞാൻ ചാടിപ്പോയി. എന്നെ വിളിച്ചിട്ട് പറയാനേ വണ്ടി കൊണ്ട് കാറും കൊണ്ട് വരണോ.
ഞാൻ പറഞ്ഞു കാറും കൊണ്ട് എന്തായാലും വരാൻ പറ്റത്തില്ല, ബൈക്കിൽ തന്നെ വരുന്ന കാര്യം പാടെന്ന് പറഞ്ഞു. അപ്പം ഇവള് പറയാ ഇവളൊരു 8 ബാഗ് പാക്ക് സകല സാധനങ്ങളും സാധനജംഗം വസ്തുക്കളെല്ലാം കത്തിക്കാൻ ഇട്ട് കൊടുക്കണ്ടെന്നാണോ അതോ? അച്ഛൻ പറഞ്ഞ കുറെ നാൾ കഴിഞ്ഞ എങ്ങനെ അറിഞ്ഞ് അവളുടെ സാധനങ്ങളെല്ലാം വലിച്ചേറിയിട്ട് കത്തിച്ചേക്ക. അയ്യോ. അങ്ങനെ ഇവളുടെ ഞാൻ പറഞ്ഞ അത്യാവശ്യമുള്ള സാധനം ID കാർഡ് പിന്നെ സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള പിന്നെ അത്യാവശ്യം എന്തെങ്കിലും ഡ്രസ്സ് എടുത്തോണ്ട് വന്നതെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് എങ്ങനെയാ മനസ്സിലായത്? അമ്മമാർക്ക് പെട്ടെന്ന് കത്തുമല്ലോ. അവര് കാവല് നിന്നോ? അല്ല, നമ്മൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ചോദിക്കുമല്ലോ, ഈ പ്രൂഫൊക്കെ അവരുടെ കയ്യിലായിരിക്കുമല്ലോ. ഓക്കെ, മനസ്സിലാവുമല്ലോ സ്വാഭാവികമായി. എന്നിട്ട് എങ്ങനെയാ അവരുടെ കണ്ണ് വെട്ടിച്ച്? ബാക്കിലെ ഡോർ വഴി ഉറങ്ങിയപ്പോ. അപ്പം ബാഗ് ഒരെണ്ണല്ലേ എടുത്തുള്ളൂ? ഒരു ബാഗ് എടുത്തു. ഒരു ബാഗ് ഒരു പാവക്കുട്ടി. ഒരു ബാഗ് ഒരു പാവക്കുട്ടി. ഒരു ടെഡി ബിയർ കൊടുത്തതാണോ? അല്ലല്ല, ഞാൻ നോക്കിയപ്പോ കാണാൻ ഒരു ടെഡി ബിയർ ഒക്കത്ത് വെച്ചിട്ട് ഓടി വരുന്നു. പപ്പ അടിച്ചെന്ന്. ആച്ചോടാ. നമ്മളിപ്പോ ചിരിച്ചോണ്ട് പറയുന്നത് നിങ്ങൾ അന്ന് എന്ത് ടെൻഷൻ അടിച്ചു. ഇപ്പൊ നമ്മളാണെങ്കിൽ ഇത് കേൾക്കുന്നവര് അതല്ല, നമ്മള് ടെൻഷൻ അടിച്ചേക്കാളും ഇതൊരു കേസ് കൊടുത്തായിരുന്നു. കേസ് കൊടുത്ത് നമ്മള് സ്റ്റേഷനിൽ ഹാജരാവണമല്ലോ. അപ്പം അമ്മയും അനിയത്തിയും വന്ന് നിൽക്കുന്ന ഒരു രംഗമുണ്ട്. അതാണ് നമ്മൾ ഇറങ്ങിപ്പോയതിനേക്കാളും നമുക്കതാണ് വിഷമം. അങ്ങോട്ടും പോകാൻ പറ്റൂല, പ്രേമിച്ച ആളെ വിട്ട് നമുക്ക് പോകാൻ പറ്റാത്തൊരു രംഗമുണ്ട്. തീർച്ചയായും നമ്മുടെ പേരൻസ് ഭയങ്കരമായിട്ടും പെയിൻ ആണത്. നമ്മള് അവരുടെ മുന്നിൽ കൂടെ നടന്നു പോയാലും പക്ഷെ നമുക്ക് മിണ്ടാൻ ഞാൻ ചെയ്ത് തെറ്റാണ് അമ്മേ, നിങ്ങക്ക് ഞാൻ കാണിച്ചു തരാം, ഞാൻ നല്ലൊരു പാർട്ട്ണറായി കൂടെ നമുക്ക് ഒന്നും പോയി സംസാരിക്കാൻ പറ്റത്തില്ല. നമ്മളെ വിടത്തുമില്ല പോലീസ് സ്റ്റേഷൻ. അതോ ആ ഒരു രംഗമാണ് എനിക്ക് ഇപ്പോഴും. ഞാൻ ആ വഴി കൂടെ പോകുമ്പോൾ, ഞാൻ ജോലിക്ക് പോകുന്ന ആ വഴി കൂടെ എനിക്ക് എപ്പോഴും ആ ചിന്തയാണ്. നമ്മൾ ഒരിക്കലെങ്കിലും സോറി പറയാൻ പറ്റിയിരുന്നെങ്കിൽ എന്നല്ലേ. ഒന്ന് എന്തോ ഇത് പറഞ്ഞ പോലെ പലരും ഇങ്ങനെ പേരൻസിനെ വിഷമിപ്പിക്കുന്നത്. ഇപ്പം നമ്മളാണെങ്കിലും ചിരിച്ചുകൊണ്ട് ഇത്രയും പറഞ്ഞു. അപ്പം അവരുടെ പെയിൻ നമ്മൾ രണ്ടു കൂട്ടർ ഡിസ്കസ് ചെയ്തിട്ടില്ല. ശരിയാണ്. അതൊരു ഇപ്പം നിങ്ങൾ മകനെ വളർത്തുന്നുണ്ട്, നാളെ ഒരു മകളാകും. അപ്പം നമുക്കിതൊക്കെ ഒരു ഭയങ്കര പെയിൻഫുൾ ആണ്. നമ്മുടെ പേടിയാണ് ഇവർക്ക് കൊണ്ടുപോകുന്ന ആള് നന്നായിട്ട് നോക്കുവോ. നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. പേര് കുത്തിയ പച്ച കുത്തിയ പേരെടുത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ എന്റെ പൊന്നുപോലാണ് നോക്കുന്നത്. നമുക്ക് ഇച്ചിരി സാമ്പത്തികത്തിന്റെ കുറവുണ്ട്. പൈസക്ക് പൈസ തന്നെ വേണം, അല്ലാതെ നമുക്ക് സമാധാനം പറഞ്ഞോണ്ടിരിക്കും. പക്ഷെ പൊന്നുപോലാണ് നോക്കുന്നത്. എന്ത് കാര്യം പറഞ്ഞാലും ഇപ്പൊ നടത്തി തന്നില്ലേലും ഒരു 1 വീക്കിനുള്ളിൽ ഞാൻ എന്ത് ചോദിച്ചാലും സാധിച്ചു. നമ്മളും അങ്ങനെയാണ്. ആവശ്യങ്ങൾ നമ്മൾക്കും അറിയാം, നമ്മുടെ പാർട്ട്ണറുടെ കയ്യിൽ എന്തുണ്ട് ഏതുണ്ട് എന്നുള്ളത് നമുക്കും അറിയാമല്ലോ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ അന്ന് ഈ പുറകെ രാത്രിയിലാണ് നിങ്ങൾ ഒളിച്ചോടിയത്. അട്ടി എങ്ങനെ പോലീസിനെയൊക്കെ വെട്ടിച്ച്? രാത്രി മൊത്തം ലോക്ക്ഡൌൺ ആയിട്ടിരിക്കുന്ന സമയത്ത് അത് ഓരോ ഊടുവഴി പിടിച്ച് ലാസ്റ്റ് പോലീസ് പിടിക്കുമെന്ന് ഏതാ വീട്ടിൽ ചെന്നോ? അല്ല, പോലീസ് ഒരിടത്ത് വന്നപ്പം കുണ്ട്ര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടത്തെ ഇപ്പം പോലീസ് അവിടെ പെട്രോളിങ്ങിന് കിടപ്പുണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ കുറുക്ക് വഴി ഇറങ്ങി വരുന്നതുകൊണ്ട് പോലീസ് കുറച്ചൊരു 1-2 കിലോമീറ്റർ പുറകെ വന്നു. നിർത്തിയില്ല, ഒറ്റങ്ങ് പോയി. എന്നിട്ട് നേരെ പോയി നമ്മുടെ ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ പോയി. അവിടെ ചെന്നിട്ട് പിറ്റേ ദിവസം രജിസ്റ്റർ ചെയ്തല്ല, നേരെ ഒരു അമ്പലത്തിൽ ഒരു പുത്തൂര് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. മനസ്സിലായി, പുത്തൂര്. അവിടെ ഒരു അമ്പലമുണ്ട്. അപ്പം ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവിടെ, എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ അറേഞ്ച് ചെയ്ത് തന്നു. അതുപോലെ എൻ്റെ വല്യച്ഛൻ്റെ മോനുണ്ടായിരുന്നു, അത് എൻ്റെ ചേട്ടൻ ആ സ്ഥലത്ത് തന്നെ. പുള്ളി ഗൾഫിലായിരുന്ന സമയത്ത് അവിടെ നിന്നെല്ലാം കോർഡിനേറ്റ് ചെയ്തെല്ലാം നടത്തി തന്നു. വീട്ടിലേക്ക് കയറ്റിക്കൊണ്ട് ചെന്നപ്പോഴും സ്വന്തം വീട്ടിലേക്ക് ആദ്യം പോയത് കല്യാണം കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലാണ്. അച്ഛനൊക്കെ അവിടെ വന്നു. ഒരു 5-6 വണ്ടിക്കകത്ത് ആള് വീട്ടുകാരുടെ വീട്ടിൽ നിന്ന് അച്ഛനൊക്കെ വന്നത്. ഗൾഫിലായിരുന്നു. അങ്ങനെ അച്ഛനെ അവിടുത്തെ വാർഡ് മെമ്പർ, പിന്നെ അച്ഛൻ കുറച്ച് പൊളിറ്റിക്കലായിട്ട് കേൾക്കുന്ന ആളാണ്. ഇവിടെ നിന്ന് ഒരു കല്യാണത്തിനുള്ള ആളുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ. അപ്പം 3-4 വണ്ടിക്കകത്തുള്ള ആളൊക്കെ വന്നു. അതിനുശേഷം പിന്നെ നേരെ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി. 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആണെന്നുള്ള രീതിയിൽ സംസാരിച്ച് അങ്ങനെ അവിടെ നേരെ വീട്ടിൽ കൊണ്ടുപോയപ്പം വീട്ടിൽ ഒരു ഞാൻ പറഞ്ഞില്ലേ നാട്ടുംപുറമാണ്, എല്ലാ ആളുകളും കൂടി കല്യാണം. അതുപോലെ എന്നെ ആരും അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു. കാരണം ഞാൻ എല്ലായിടത്തും ഒരു പയ്യൻ എന്നുവെച്ചാൽ വേറെ ഒന്നല്ല, പിന്നെ ചേട്ടൻ നിൽക്കുമല്ലേ, അപ്പൊ ആരും പ്രതീക്ഷിക്കുന്നില്ല. അതെ, അങ്ങനെ ഒരു സാഹചര്യം. അപ്പോൾ എല്ലാവരും കൂടി, ബന്ധുക്കളും എല്ലാവരും കൂടി അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ കൈ പിടിച്ചോണ്ട് വരുന്നൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ നമ്മുടെ ഒരു കൂട്ടുകാരെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലിട്ട്. അത് ഒറ്റ ദിവസം കൊണ്ട് 2 മില്യൺ വ്യൂസ് കയറി. ഇൻസ്റ്റാഗ്രാം അല്ല, സോറി, ടിക്ടോക്കിൽ. അങ്ങനെ അത് കല്ലുമാലൊക്കെ അതിൽ പാട്ട് കയറ്റിയിട്ട്
അങ്ങനെ അതങ്ങ് വൈറലായി. ആ സമയത്ത് പാട്ട് കേൾക്കുമ്പോൾ ആൾക്കാർ ഓടി വരും. മറ്റേ ഒരുപാട് യൂണിവേഴ്സിറ്റി പാട്ടായിരുന്നല്ലോ അത്. അതിങ്ങനെ ആ വീഡിയോ വൈറലായി എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കുമായിരുന്നു. അതിനുശേഷം വീട്ടുകാരൊക്കെ പിന്നെ ഓക്കെ ആയിരുന്നു. പിന്നെ എപ്പോഴാ കുടുംബക്കാരൊക്കെ ഒന്നിച്ച്? എന്നെ പിന്നെ അമ്മ കാണാൻ പറ്റും ഗർഭിണിയായപ്പം കാണാൻ വന്നു. അത് കഴിഞ്ഞ് പപ്പ വരുന്നത് ഗൾഫിൽ നിന്ന് വന്ന് കൊച്ചൊക്കെ ആയി കഴിഞ്ഞിട്ട് പപ്പ കാണാൻ വന്നു. എപ്പോഴെങ്കിലും അവരോട് മനസ്സറിഞ്ഞ് തെറ്റായി പോയി, അല്ല കല്യാണമല്ല ഇറങ്ങിപ്പോന്നത്, കാരണം മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ നമ്മുടെ പേരൻസിനെ തല കുനിക്കുമല്ലേ, എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പപ്പ വന്ന സമയത്ത് ഞാൻ മിണ്ടി പപ്പയെടുത്ത് സംസാരിക്കാനൊരു തുടക്കം നമുക്ക് കിട്ടണോ, എന്താ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് കണക്കായിരുന്നു, ഒന്നിച്ചിരുന്ന് വെള്ളം അടിക്കുമായിരുന്നു, പിന്നെ എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു കാര്യം വന്നപ്പോ എന്തുകൊണ്ട് നീ എന്നോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞ ആ ഒരു ടൈം ഇപ്പോഴും പപ്പ പറയും നീ എന്റെ പൊന്നു മോളായിരുന്നു എന്നുള്ള രീതിയിൽ പപ്പ ഇപ്പൊ ഇന്നലെ രാത്രി കൂടെ സംസാരിച്ചപ്പോ പറഞ്ഞ നിന്നിൽ എനിക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു, അപ്പൊ നീ എന്നോട് ഇത് ചെയ്തത് എന്ന്. അതാണ് പപ്പയ്ക്ക് ഏറ്റവും വിഷമം, നീ ഒരു വാക്ക് പറഞ്ഞില്ല എന്നാണ്. ഭാഗ്യോട് ഞാനത് ചോദിക്കാൻ കാരണം എന്താണെന്നറിയോ, ആ ടെഡി ബിയർ എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി അത്ര അറ്റാച്ച്ഡ് ആണെന്നുള്ളത്. അപ്പൊ ആ ഒരു അറ്റാച്ച്മെന്റ് ആണ് എന്റെ മോനോട് കാണിക്കുന്നത് പപ്പ. അവരെന്ന് പറഞ്ഞാൽ ഭയങ്കര അറ്റാച്ച്മെന്റാ. ഇപ്പം ഇന്ന് ഞാൻ ഇപ്പം എന്റെ അച്ഛന്റെ അടുത്താണ് നിർത്തിയിട്ട് വന്നത്. അപ്പം ഇപ്പൊ ഒരു രാത്രി എന്തെങ്കിലും കിടന്നുറങ്ങുക അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോണോന്ന് ചോദിച്ചാൽ ചെറുക്കം വരത്തില്ല. പക്ഷെ മോന്റെ അടുത്ത് പറയാം അപ്പാപ്പനെ കാണാൻ പോവാന്ന് പറഞ്ഞാൽ ഏത് പാതിരാത്രി ആയാലും ഏത് വെളുപ്പാങ്കാലം ആയാലും ഒറ്റ വിളിയിൽ വിളിച്ചാൽ മതി, ചാടി എണീക്ക്. അവർ ഭയങ്കര എന്താന്നറിയത്തില്ല, അവർ ഭയങ്കര ബോണ്ടാ. എന്റെ അടുത്തല്ല കിടന്നുറങ്ങുന്നത്, ഈ വീട്ടിൽ വന്ന അവിടെ അച്ഛന്റെ അടുത്ത എല്ലാ കുർത്തക്കേടിനും എല്ലാത്തിനും കൂട്ടാ. നമ്മളെ ഒളിച്ചോടി അവിടെ ചെന്നപ്പോഴും ഞങ്ങളെ ചിറ്റപ്പനുണ്ട്. അന്ന് വർഷങ്ങളായി അവർക്ക് 2 മക്കളായി, അവർക്ക് 18 വയസ്സായി. അന്നും പറയുന്നത് അതാണ്. അത് ഞങ്ങളുടെ ഇപ്പൊ പറഞ്ഞില്ല ചിറ്റപ്പനും കുഞ്ഞമ്മ എപ്പോഴും എവിടെ വന്നാലും ഞമ്മക്കൊരു കുത്ത് ഉറപ്പാ. അതെന്തോ അവർക്കൊരു മനസ്സ്, കാരണം നമ്മൾ നന്നായിട്ട് ജീവിക്കുക കൂടെ ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ പോയി നശിച്ച് നാരായണക്കല്ല് പിടിച്ചിരുന്നെങ്കിൽ ഭയങ്കര ഹാപ്പി ആയനെ ആളുകള്. പക്ഷെ അന്ന് ചെയ്തത് ആസ് എ ഫ്രണ്ട്, ഇപ്പൊ ഭാഗ്യയുടെ ഒരു ഫ്രണ്ടാണ് ഞാനെങ്കിൽ പറയും നല്ലതായിരുന്നു. അല്ല അല്ലെങ്കിൽ ഇതുപോലെ ഒരു ജെമ്മായിട്ട് ഒരാളെ കിട്ടില്ലല്ലോ. എന്നെ തന്നെയാണോ ചേച്ചി ഉദ്ദേശിച്ച്? ഭാഗ്യം മറ്റൊരു വീട്ടിൽ നിന്ന് വന്നത്. അപ്പൊ നമുക്കത് എന്താണേലും ഇപ്പൊ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ, ഒരു ഡിസ്റ്റൻസ് തന്നെ എല്ലാരും പറയും. ആദ്യം ഞാൻ കല്യാണം കഴിച്ച് വന്നപ്പം ഇത് പറയുന്നുണ്ടായിരുന്നു, ഒരു ഫാമിലിയിൽ ഒരു മെമ്പർ അതല്ല നീ പ്രേമിച്ചത് കൊണ്ടാണ് നിനക്ക് MBA പോലുള്ള ഒരു പഠിത്തമുള്ള ഒരു പെൺകൊച്ചിനെ കിട്ടിയത്, അല്ലെങ്കിൽ നിനക്ക് കിട്ടത്തില്ലെന്ന് പറഞ്ഞ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ടായിരുന്നു ഫാമിലി ഉള്ളവർ തന്നെ. അപ്പൊ ഈ MBA ആണെന്ന് പറഞ്ഞപ്പം എനിക്കത് പ്രൗഡായിട്ടുള്ള കാര്യം തന്നെ. MBA എന്ന് പറഞ്ഞപ്പം നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾ തന്നെ പറഞ്ഞ് MBA ഒന്നും ആയിരിക്കത്തില്ല, വല്ല +2 ആയിരിക്കും, ചുമ്മാ പറയുന്നേ. ആ രീതി പറഞ്ഞോണ്ട് എന്നെ കേൾക്കുകയും പറഞ്ഞോണ്ട് കേൾക്കാതെയും പറഞ്ഞിട്ട് അതിനുള്ള യോഗ്യത ഇല്ല. ഒരുപാട് അടുത്ത് നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭാഗ്യ ഒരു ഐഡിയ കൊടുത്തില്ല, ഇത് റീല് ചെയ്തോന്ന് പറഞ്ഞിട്ട്. നമ്മൾ പ്രസവിച്ച് കിടന്ന സമയത്ത് യൂട്യൂബ് ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് മോന് ഈ സാമ്പാർ വന്ന് ദേഹത്ത് വീണായിരുന്നു ആ ടൈമില്. അത് റീൽ എടുക്കുമ്പോഴാണല്ലോ? അല്ല, ഞാൻ കൊല്ലത്തായിരുന്നു ജോലി ചെയ്തോണ്ടിരുന്നത്. 2 സ്ഥലത്തായിരുന്നു. അപ്പം ഹസ്ബൻഡ് സെയിൽസ് അവിടെ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എന്റെ വീട്ടില് എളുപ്പത്തിന് വേണ്ടി ഞാൻ എന്റെ വീട്ടിൽ നിന്ന സമയത്ത് ഈ തണുപ്പിക്കാനായിട്ട് നമ്മൾ പാത്രത്തിൽ ഒഴിക്കുമല്ലോ, അപ്പം മോൻ ചെന്നിട്ട് ഇതൊരു തട്ടിയിട്ട്. അപ്പം അവൻ അന്ന് നടന്നു തുടങ്ങിയിട്ടില്ല. അവൻ എന്തോ ഒരു ഭാഗ്യക്കേടിന് കസര ഇട്ടതിന്റെ മേലുകൂടെ കയറിയിട്ട് ഈ സ്പൂൺ വെച്ചേക്ക് ആ സ്പൂണത്ത് ഇങ്ങനെ അടിച്ച്. അപ്പൊ ഈ സാമ്പാറിന്റെ ഈ കിഴങ്ങുവർഗ്ഗങ്ങളെല്ലാം അവിടെ വന്ന് ഇവിടെ വീണത്. ഇവനിതാ കുഞ്ഞൊന്നും അറിയത്തില്ല, അവൻ ഈ വയറ്റിൽ വെച്ച് ഈ ഉടുപ്പിനോട് വെച്ച് തേച്ചപ്പോ ഇവിടെ ഇത്രയും പൊള്ളി. ഭാഗ്യത്തിന് ഡ്രസ് ഉണ്ടായോണ്ട് വലുതായിട്ട് സംഭവിച്ചില്ല. അങ്ങനെ ഇവിടെ അങ്ങ് പൊള്ളി. അങ്ങനെ നമ്മള് കുറച്ചാളത്തേക്ക് ഭയങ്കര ഇതിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ അതൊക്കെ അങ്ങ് ഉപേക്ഷിച്ചു. കാരണം അവനെ നോക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ കാര്യം. തീർച്ചയായും. അതിനുശേഷം ഇപ്പൊ ഇൻസ്റ്റ വന്നപ്പോഴത്തേക്കും ചുമ്മാ ഒരു രസത്തിന് കയറി ചെയ്യുന്നതാണല്ലേ. അപ്പൊ കമന്റ്സ് വായിക്കാറുണ്ടോ? അധികം അങ്ങനെ ഇടുന്ന സമയത്ത് നമ്മൾ നോക്കും, പിന്നെ നമ്മൾ അങ്ങനെ ഞാനിരുന്ന് വായിക്കും കേട്ടോ. ഞാൻ മിക്കവാറും ഉള്ളതിനെല്ലാം ഞാൻ കമന്റ്, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഇപ്പം കൊടുക്കാറുണ്ട്. ഇപ്പം എന്ന് മുതൽ ശരിക്കും നേരത്തെ മുതലേ ഇങ്ങനെ ഷെയർ ചെയ്യുമായിരുന്നോ ജോലികളൊക്കെ? പണ്ട് മുതലേ ചെയ്യുമായിരുന്നു.
അല്ല ഇപ്പം ആദ്യമേ തന്നെ ഭാഗ്യം പറഞ്ഞായിരുന്നു കെട്ടിച്ചെന്നപ്പോ 3 പേരുള്ള വീട്ടിൽ പണിയെടുക്കാൻ എന്ത് പറഞ്ഞു അന്നേരം ഇപ്പം? നമുക്ക് അറിയത്തില്ലല്ലോ, നമ്മളതാണ് ചെയ്ത് പ്രേമിക്കുന്ന കാലത്ത് വീട്ടു ജോലി ചെയ്യുമെന്നൊക്കെ നമ്മൾ ആണുങ്ങൾക്ക് ഇപ്പോഴത്തെ സമൂഹം അങ്ങനെയാണല്ലോ, നമ്മൾ കണ്ടു വളർന്നത് അങ്ങനെ. അപ്പൊ നമുക്ക് അതൊന്നും ചോദിക്കാൻ പറ്റത്തില്ലല്ലോ, അവിടെ ചെല്ലുമ്പോഴാണല്ലോ ഇത് കാണുന്നത്. അതെ ഇപ്പൊ പ്രേമിക്കുമ്പോ ചോദിക്കാൻ പറ്റത്തില്ല, ചേട്ടൻ വീട്ടുപണി ചെയ്യുന്നത് ചോദിക്കാൻ. നമ്മളോട് ചോദിക്കും വീട്ടുപണി ഉണ്ടാക്കാൻ, ചായ ഉണ്ടാക്കാനെങ്കിലും അറിയോന്നൊക്കെ നമ്മളോട് ചോദിക്കും. ഇതെന്തോ നമ്മുടെ ജോലിയാണല്ലോ ചായ ഇട്ട് കൊടുക്കുന്നതും ഇതൊക്കെ വെച്ച് കൊടുക്കുന്നത്. ഒരു സ്നേഹമാണ്, ഒരു കരുതലാണെന്ന് മനുഷ്യന്മാർ മനസ്സിലാവുന്നില്ല. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ ഒരു സ്നേഹം പങ്കുവെക്കലാണെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ. ഓ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നേരത്തെ ഞാൻ പറയല്ലോ ഓർത്തഡോക്സ് ഫാമിലി എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പം ഈ പീരീഡ്സ് ആവുന്ന സമയമുണ്ട്. പണ്ടൊക്കെ പീരീഡ്സ് ആവുന്ന നേരത്ത് ഈ അമ്മമാരായാലും വീട്ടിലുള്ള ബാക്കിയുള്ള ലേഡീസ് ആയാലേ ഈ പായിട്ട് മാറി കിടക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ഇപ്പൊ ഞാനത് ഇവിടെ കൊണ്ടുവന്ന ശേഷം അത് മാറ്റി. അതൊരു സാഹചര്യമല്ലോ, സ്ത്രീക്ക് ഒരു സമയത്തുണ്ടാകുന്ന സാഹചര്യം. അപ്പൊ അവരങ്ങനെ മാറ്റി നിർത്താൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമ്മള് ആ സമയത്തിൽ കൂടുതൽ കെയറിങ് കൊടുക്കണ്ടേ. കെയറിങ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതേ ഉള്ളൂ, പക്ഷെ നമ്മളാണ് ആ സമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു സാധനം ഞാൻ വീട്ടിൽ പൂർണ്ണമായിട്ട് മാറ്റിയിട്ടുണ്ട്. ആദ്യം എതിർപ്പൊക്കെ ഉണ്ടായി കാണുമായിരിക്കുമല്ലോ? സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ എന്ത് വയറുവേദന, എന്ത് പീരിയഡ്സ്, അടുക്കളയിൽ കയറിയാൽ നമ്മൾ തന്നെ ഉണ്ടാക്കാൻ തിരിഞ്ഞു വന്ന് കിടക്കുക, വേണമെങ്കിൽ ഹോട്ട് ബാഗ് നമ്മൾ തന്നെ വെക്കുക. ഇതാണ് സ്ത്രീകളുടെ ഒരു അവസ്ഥ. ഉണ്ടായിരുന്ന നിലത്ത് കിടക്കലും ഒക്കെ ഇപ്പൊ അതൊന്നും ആരും അംഗീകരിക്കത്തില്ല. അല്ല അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല ഒരിക്കലും. അങ്ങനെ ഇപ്പൊ പീരീഡ് സമയത്ത് ഈ മാറിക്കിടക്കുക, അല്ലെ അടുക്കള കയറിക്കൂടാ, അങ്ങനെയുള്ള സംഭവം വിളക്ക് കത്തിച്ചിടുക, അങ്ങനെയൊന്നും ഇല്ല. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാറ്റപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ് അല്ലേ? തീർച്ചയായും. അതാണ് എല്ലാ എന്താ പറയാ ആചാരങ്ങളും ഒരു കാലത്ത് ഇങ്ങനെ കാലഹരണപ്പെടും. അതെ അതെ. ഈ വീട്ടിൽ നിന്നൊക്കെ പിന്നെ ഇപ്പം സ്വന്തം വീട്ടിൽ നിന്ന് അമ്മ വല്ലതും പറയാറുണ്ടോ ഇങ്ങനെ വീഡിയോ കണ്ടിട്ട്? അമ്മ ഇടയ്ക്കൊരു ദിവസം ഇങ്ങനെ തുടങ്ങിയ സമയത്ത് പറഞ്ഞു, ആരോ ഒരാൾ പറഞ്ഞു ഇങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം അമ്മ ഇപ്പൊ പറയുന്നത് പറയോ, രണ്ടുപേരും കൂടെ എന്തുവാ ഈ കാണിക്കുന്നത്? വീഡിയോക്ക് വേണ്ടി അല്ല, നിങ്ങൾ സത്യത്തിലെ ആൾക്കാർ നീ വീഡിയോക്ക് വേണ്ടി ചെയ്യുന്നതാണോ? ഏതാ ഇതൊക്കെ വീഡിയോക്ക് വേണ്ടി അല്ല, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വീട്ടില് നോർമലായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു തുണി കഴുകുന്നതിന്റെ ഓപ്പോസിറ്റ് കൊണ്ടുവന്ന് ഈ ക്യാമറ വെക്കുന്നത് മാത്രമേ ഉള്ളൂ. അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്ന കാര്യം. തുണി കഴുകിയ വൃത്തിയാവുന്നുണ്ടോ അത് ചോദിക്കണം എനിക്ക്. നമ്മള് കഴിയാൻ വൃത്തിയാകത്തില്ല. ഇതെന്റെ വൈറ്റ് ഡ്രസ് ഒക്കെ കഴിയാൻ വൃത്തിയാകത്തില്ല. നമ്മളെല്ലാം വെപ്രാളപ്പെട്ട് രാവിലെ കഴിവിട്ടിട്ട് പോകുന്നതല്ലേ. നിങ്ങള് കഴിയുമ്പോ വൃത്തിയാകത്തേ ഇല്ല. എന്തൊരു കോംപ്ലിമെന്റ്. സത്യങ്ങൾ അങ്ങ് ഇടയ്ക്ക് എപ്പോഴെങ്കിലും അടുക്കള കയറാൻ നേരത്തെ ഇവളെന്തെങ്കിലും കറി വെക്കുവാണെങ്കിൽ വന്നിട്ട് എൻ്റെ അടുത്ത് നോക്കി എനിക്ക് ഒഴിച്ചു തന്നിട്ട് പറയും ഇതെങ്ങനെ ഉണ്ടെന്ന് പോയി. ഇയാൾക്ക് അറിയത്തില്ല സംഭവം, ഇങ്ങനെ കറിയുടെ പരിപാടി അറിയത്തില്ല. നമ്മുടെ വീട്ടിൽ വെക്കുന്ന ടേസ്റ്റ് അല്ല അവിടെ ചീപ്പ് കൂടുതലാ. അപ്പൊ നമുക്ക് ഒരു ഇതുണ്ട്, ടെൻഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയുടെ മെസ്സേജ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഞങ്ങളെ തന്നെ വിളിച്ചത്. ഞാൻ അങ്ങനെ തന്നെ ഇവിടെ വിളിച്ചു പറഞ്ഞു, എടി ഒരു ഭയങ്കര ഒരു കാര്യം നടന്ന് ഇത് ഉള്ളതാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പിന്നെ ചേച്ചിയുടെ ഈ ഫോട്ടോ ഒക്കെ നോക്കി കണ്ടപ്പോ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാൻ സ്കൂളിൽ കണ്ടിട്ടുണ്ട് വീഡിയോ. പണ്ടൊക്കെ ഈ ഞങ്ങളുടെയൊക്കെ ചെറുതിലെ, നിങ്ങളുടെ ചെറുതിലാണോ എനിക്കറിയില്ല, ഞങ്ങളുടെ ചെറുതിലെ പറയാറുണ്ട് ഈ മൊബൈലൊക്കെ വരുന്ന സമയം അപ്പൊ ഇങ്ങനെ മിസ്യൂസ് ചെയ്യപ്പെടൂല്ലോ സ്ത്രീകളൊക്കെ, ഇങ്ങനെ പറ്റിക്കപ്പെടും. അപ്പം ഇങ്ങനെ പറയും പെണ്ണ് കാണാൻ പോകുമ്പോ ഇവിടെ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ എന്നോട് ചേച്ചിയുടെ വീഡിയോ ഇപ്പൊ പറയും എനിക്ക് അല്ല നമ്മളതിങ്ങനെ കേട്ടിട്ടുണ്ട് പണ്ടൊക്കെ ഇങ്ങനെ വീഡിയോ. ഇപ്പൊ ഈ ഇടയ്ക്ക് ഞാൻ ഈ കാറ്ററിംഗിന് പോകുന്ന പറഞ്ഞില്ലോ, ഞാനിങ്ങനെ കാറ്ററിംഗിന് ഇങ്ങനെ വേസ്റ്റ് ഒക്കെ എടുത്തോണ്ടിരിക്കും. ഇപ്പൊ ഒരു ഓർഡർ കൊച്ചിന്ന് കഴിക്കുവോ, കൊച്ചി ഇങ്ങനെ കുറെ നേരം നോക്കും. കൊച്ച് ഒരു 18-19 വയസ്സാണ്. ഇങ്ങനെ നോക്കാം. ഞാൻ എന്തുവാ ഞാൻ എന്തെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും കൂടെ ഒരു പയ്യൻ പോകണ്ട, അവൻ എന്തെങ്കിലും പെരുമാറിയാന്ന് ഇങ്ങനെ നോക്കി. അത് ഞാൻ വേസ്റ്റ് ഒക്കെ കൊണ്ടുവച്ച് തിരിച്ച് വീണ്ടും അങ്ങ് കൊണ്ട് വെച്ചപ്പോ ഈ കൊച്ചിനെ ചേട്ടാ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചെന്നു. ഞാൻ പേടിച്ചാലും എന്തോ സംഭവം അറിയില്ലല്ലോ, ഇനിയിപ്പോ ഫുഡിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ. ഞാൻ ചെന്നപ്പോ കാണാം ചേട്ടാ ഈ ഇൻസ്റ്റയിൽ വീഡിയോ ചെയ്യുന്നില്ലയോ. ഞാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് ആശ്വാസം. ഇപ്പൊ ഇച്ചിരി പ്രൗഡൊക്കെ. അല്ല അത് ഞാൻ പറഞ്ഞില്ലേ, അതൊരു എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. കാരണം ഈ ആദ്യം നമ്മൾ വീട്ടുകാരെ സൈലന്റ് ആക്കണം, പിന്നെ നാട്ടുകാരെ, പിന്നെ
കമന്റ് ഇടുന്നത് അല്ലെങ്കിൽ ഈ ലോകത്തിൽ. പക്ഷെ ചേർത്ത് നിർത്തുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ഉണ്ട്, ഒരുപാട് പേരുണ്ട്, ഒത്തിരി പേരുണ്ട്. കാരണം തുണിയൊക്കെ അലക്കാന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മുറ്റം അടിക്കുക, തുണി അലക്കുക, കുക്കിംഗ് ഒക്കെ ഓക്കെ, വാഷിംഗ് മെഷീൻ ഒക്കെ ഉണ്ടെങ്കിൽ വാഷിംഗ് മെഷീൻ. പക്ഷെ തുണി അത് ഭക്ഷണം നമുക്ക് ഒരാൾക്ക് വാരി കൊടുക്കാം, ഒരു ദിവസം 2 ദിവസം. ഡെയിലി കൊടുക്കുമ്പോൾ അതൊരു അത് ഞാൻ പോകുന്ന ടൈം എന്ന് പറയുന്നത് 6:30 ടൈമാണ്, 6:30. അപ്പൊ ഇതെല്ലാം ഒതുക്കിയിട്ട് അങ്ങോട്ട് പോകുമ്പം നമ്മൾ ഫുഡ് സ്കിപ്പ് ചെയ്യും. അതാണല്ലോ പറ്റുന്ന കാര്യം. അത് മാത്രം നമ്മുടെ കാര്യങ്ങളല്ലേ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റൂ, വീട്ടിലെ കാര്യങ്ങൾ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം പറയും നീ കഴിച്ചിട്ട് പോയാൽ മതി എന്നുള്ള രീതിയിൽ എടുത്തോണ്ട് വരും. അങ്ങനെ എടുത്തോണ്ട് വന്ന് കഴിക്കും. അത് കഴിഞ്ഞ് ഭാഗ്യനെ ഇവിടെ കൊണ്ടേ വിടും, റെയിൽവേ സ്റ്റേഷൻ. കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, അവിടെ നിർത്തത്തില്ല, കൊച്ചു റെയിൽവേ സ്റ്റേഷനാണ്. അപ്പത്തേക്കും കുഞ്ഞിനെ അപ്പൊ എണീക്കുവോ? അപ്പോഴത്തേക്ക് എനിക്ക് അമ്മയുണ്ട് അവിടെ. അവൻ ആ സമയമൊക്കെ ഞങ്ങൾ പോയിട്ട് വരും, ഞാൻ പോയിട്ട് വരുമ്പോഴത്തേക്ക് എണീറ്റ് അവിടെ ഫ്രണ്ടിൽ കാണും. പിന്നെ പുള്ളിനെ കൊണ്ടുവരലും, പിന്നെ പുള്ളി പല്ലി ഏൽപ്പിക്കണം, കുളിപ്പിക്കണം, അപ്പിടിപ്പിക്കണം, വലിയ പണികളാണ്. അങ്ങനെ കുറെ പണി. പിന്നെ കഴിവെക്കും, പിന്നെ കൊണ്ട് അംഗൻവാടിയാക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം എങ്ങനെയാ തുടങ്ങുന്നത് പറയട്ടെ, കേക്കട്ടെ. അമലിന്റെ ഒരു ദിവസവും ഭാഗ്യയുടെ ഒരു ദിവസവും കേക്കട്ടെ. രാവിലെ ചിലപ്പോൾ ഇവർക്ക് ജോലിക്ക് പോകേണ്ട സമയത്താണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 5:30 അല്ലെങ്കിൽ 5 മണിയാകുമ്പോൾ എണീക്കും. നമ്മൾ തലേ ദിവസം തന്നെ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ രാവിലെ കാപ്പിക്കുള്ളതൊക്കെ ചെയ്യും. ചോറ് കൊണ്ടുപോവോ? ചോറ് കൊണ്ടുപോകും. അതൊക്കെ അവിടെ ഫുഡ് 3 നേരം ഫുഡ് ഉണ്ട്. പക്ഷെ ഇവർക്ക് അവിടുത്തെ ഫുഡ് ഇഷ്ടമല്ല. കാരണം എന്നും ഒരേ ടേസ്റ്റ്, ഒരേ ഫുഡാണെന്നുള്ള മെയിൻ. ഹോട്ടലിലല്ലേ? എന്നിട്ട് അതങ്ങനെ ഉണ്ടാക്കും, ചായ അങ്ങനെയുള്ള സാധനമൊക്കെ ഉണ്ടാക്കും. പിന്നെ ഇവള് ആ സമയം കൊണ്ട് ഇവള് റെഡിയാവും, കുളിച്ച് റെഡിയാവാനായിട്ട് പോകുന്ന സമയത്ത് ഫുഡ് എനിക്കറിയാം ഫുഡ് കഴിക്കത്തില്ല എന്നുള്ള. അവിടെ പോയാലും പിന്നെ ഒരു സമയം കഴിയും, 10 മണിയൊക്കെ ആവും. അപ്പം അവള് കഴിക്കത്തില്ല. അങ്ങനെ രാവിലെ ഫുഡ് അങ്ങനെ കഴിക്കൽ കുറവാണ്. ഉച്ചയ്ക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അപ്പം ഇത് വാരി കൊടുത്ത് കഴിപ്പിക്കും. അങ്ങനെ അത് രാവിലത്തെ പണിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവളെ കൊണ്ടാക്കാൻ പോകും, റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ പോകും. തിരിച്ചു വരും, ഞാൻ വരുന്ന വഴിക്ക് ഒരു ചായയൊക്കെ കുടിക്കും. എന്നിട്ട് നേരെ വീട്ടിൽ എത്തി കൊച്ചിനെ അപ്പോഴത്തേക്ക് ഫ്രണ്ടിൽ കാണും, സിറ്റ് ഔട്ടിൽ കാണും, ഒരു കാറും കൊണ്ട് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിപ്പുണ്ടായിരിക്കും. അവനെ എടുത്ത് പല്ല് ചെയ്യിപ്പിക്കുക, പിടിപ്പിക്കുക, കുളിപ്പിക്കുക. ഇതൊക്കെയാണ് പ്രാഥമികമായിട്ടുള്ള പരിപാടി. അംഗനവാടി കൊണ്ടുവിടും. എന്നിട്ടാണോ ചോറും കറിയൊക്കെ വെക്കുന്നത്? അത് കഴിഞ്ഞിട്ട് ഫുഡ് മീൻ മേടിച്ചോണ്ട് വരുവാ നേരം? മീനൊക്കെ കാണും, ഫ്രിഡ്ജിലുണ്ടാവും. നേരത്തെ തുണി കഴുകുന്ന ഈ കൊണ്ടാക്കിയിട്ട് വന്നതിന് ശേഷം അരി അടുപ്പയിലിട്ടിട്ട് തുണി കഴുകാൻ പോകും. അതങ്ങനെ ഞങ്ങള് നമുക്ക് ഈ സാധനം ഉണ്ടല്ലോ, ഒരു ടൈം മാനേജ്മെന്റ് എന്ന സാധനം ഉണ്ടല്ലോ, അത് ഇപ്പൊ ഈ അരി അടപ്പത്തിട്ട് പോയിട്ട് തുണിയായിട്ട് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ഇടയ്ക്ക് പിന്നെ ഒന്ന് വെള്ളം തീ ഒന്ന് കൂട്ടി കൊടുക്കണം. പിന്നെ വെള്ളം ഇല്ലെങ്കിൽ വെള്ളം വറ്റി പോയ ഇച്ചിരി വെള്ളം ഒഴിക്കണം. കറക്റ്റാ പെണ്ണ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വന്ന് തുണിയൊക്കെ കഴുകിയിട്ട് കുറച്ച് പിന്നെ ഞാൻ പല്ല് വെച്ച് ഫുഡൊക്കെ കഴിക്കും. അതിനുശേഷം അരി ഊറ്റക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉച്ചക്കത്തേക്ക് കറി എത്രണ്ണം വെക്കും? 1-2 കറിയാണ്. 1-2. ഇപ്പൊ ഭാഗ്യക്ക് ജോലിയില്ല, കുഞ്ഞിന് സ്കൂളിൽ പോകണ്ടാത്ത ദിവസമാണെങ്കിൽ എങ്ങനെയാ? ലേറ്റ് ആയിട്ടാണോ? ചില ദിവസം രാവിലത്തെ കാര്യമോ? എങ്ങനെയാ എണീക്കുന്നത്? ലേറ്റ് ആയിട്ടാണോ? കുറച്ച് ലേറ്റ് ആവും. പക്ഷെ കറക്റ്റ് ടൈമിൽ നമ്മൾ എല്ലാ ദിവസവും ഉണരുന്നോണ്ട് ആ ടൈമിന് ഉണരും. അപ്പൊ അന്ന് കഞ്ഞിയും കറിയൊക്കെ വെക്കാൻ കൂടുവോ? ചെറുതായിട്ട്. ഉണ്ടാക്കി വെച്ചത് അതല്ല, രാവിലെ നമ്മള് അച്ഛൻ ആ ദിവസം പോവും. അച്ഛൻ എന്നും രാവിലെ കാപ്പി കുടിക്കുമ്പോ അമ്മ അത് റെഡിയാക്കും. അപ്പൊ പിന്നെ നമ്മള് ഉച്ചക്കത്തുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഈ അടുക്കി പറക്കലുണ്ടല്ലോ, വീട് വൃത്തിയാക്കണം. അവൻ ഭയങ്കര കഴിയും, പക്ഷെ മടക്കി വെക്കത്തില്ല. അപ്പൊ നമ്മളായില്ലേ ഓരോ ദിവസം എടുക്കുന്ന അലമാരി ഇങ്ങനെ കിടക്കും. അപ്പൊ നമ്മള് നിക്കുന്ന ദിവസമാണ് ഇതെല്ലാം പുറത്തെടുത്തിട്ടിട്ട് അകത്തോട്ടാക്കുന്നത്. ഞാനിത് ചെയ്യുന്ന പറഞ്ഞാൽ ചില കാര്യങ്ങൾ എനിക്ക് മടിയുണ്ട്. അടുക്കി പറക്കി വെക്കുന്ന വെച്ചാൽ തൂക്കിയൊക്കെ ചെയ്യും, പക്ഷെ ഈ തുണി അടുക്കി വെക്കുന്ന ഒരു സ്ഥലത്തിരുന്ന് അവിടെ തന്നെ ഇരിക്കണം. എന്നിട്ട് പിന്നെ വൈകുന്നേരം കൂട്ടാൻ പോണോ? ഇവിടെ കൂട്ടാൻ പോകും. കൂട്ടാൻ പോയിട്ട് കൊണ്ടുവന്നിട്ട് അപ്പത്തേക്കും കാപ്പിയും അത്താഴം ഒക്കെ ആവോ? അപ്പഴത്തേക്ക് നമുക്ക് ഉച്ചയ്ക്ക് വെക്കുന്ന ഫുഡ് മാത്രമേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ചൂടാക്കണമെങ്കിൽ ചൂടാക്കത്തേ ഉള്ളൂ. ഞങ്ങളൊക്കെ തന്നെ രാവിലത്തെ ഒരു ഒറ്റവെപ്പ് വെക്കും, പിന്നെ വൈകുന്നേരം വേണം ഒന്ന് ചൂടാക്കും. എന്തെങ്കിലും കറി ചിലപ്പോ മീൻ കൊണ്ടുവരും അച്ഛൻ. അപ്പൊ ആരാ കറി വെക്കുന്നത്? അമ്മ അല്ലെങ്കിൽ അമ്മ? ചിലപ്പോ ഞങ്ങൾ രണ്ടുകൂടെ കൂടും. അമ്മ എപ്പോഴും പറയും ആ മീൻ കണ്ട് കണ്ടിച്ചു വെച്ചേക്കും, ഞാൻ വേണേ കറി വെക്കാന്ന് പറയും. അപ്പൊ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും പോകും. പാത്രം അപ്പം കുറച്ച് കാണും, അത് കഴുകും. പിന്നെ അരിഞ്ഞു വെക്കാനുണ്ട്, പിറ്റേ ദിവസത്തേക്ക് അരിഞ്ഞ തേങ്ങ തിരി വെക്കും. എപ്പൊ കിടന്ന് ഉറങ്ങും?
ഒരു 10-10:30 11 മണിയൊക്കെ. പിന്നെ ഇതിനിടയ്ക്ക് ഇൻസ്റ്റ എഡിറ്റ് ചെയ്യണം അല്ലെ? എന്റെ സമയം നിങ്ങൾ പറഞ്ഞില്ല. ഭയങ്കര പാടാം. ഈ ജോലിയൊക്കെ കഴിഞ്ഞും പാടാണ് ആ ജോലി അല്ലേ? ഇപ്പം നാട്ടിലുള്ളവർക്കൊക്കെ പണ്ട് അറിയാം ഇതിങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നറിയാം. പക്ഷെ നമ്മളൊരു വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങിയ മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോ എന്നാ തോന്നുന്നത്? അല്ല, അവര് പറയുന്നത് നല്ലത് ആയാലും നമ്മുടെ മുന്നിൽ അവര് കുറ്റം പറയത്തില്ലല്ലോ, പുറകെ നിന്നേ പറയത്തുള്ളൂ. കുറ്റവും പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ കാറ്ററിംഗിൽ വന്നു പറഞ്ഞില്ല, അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്തുള്ളൊരു എന്നെ കടി ആളൊരു കൊച്ചു വരും ഈ സെർവ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം മറ്റുള്ളവർക്ക് പറയുമ്പോൾ അവനെന്നും വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ എൻ്റെ കൂടെയുള്ള പയ്യന്മാർ പറയുമ്പോൾ അവൻ ചുമ്മാ വീഡിയോക്ക് വേണ്ടി കാണിക്കുന്നതെന്നൊക്കെ പറയും. അപ്പോൾ ആ കൊച്ചു പറയും ആണ് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ അറിയാം അതിനകത്തൊരു പ്രൊഫഷണലിസം ഉണ്ട്. അത് ഒരു ലേഡി ചെയ്യുന്ന കണക്ക് തന്നെ ആണ്, ചുമ്മാ കാണിക്കുന്നതല്ല, കണ്ടാലേ അറിയാം, അതൊരു പെണ്ണിനെ മനസ്സിലാകത്തുള്ളൂ എന്ന് പറയും. അന്നേരം എനിക്ക് ഭയങ്കര ഒരു അല്ല അത് ഞാൻ പറഞ്ഞ കാലാകാലങ്ങളായി ഇത് ലേഡീസ് ചെയ്യണം എന്ന് എഴുതി വെച്ചോണ്ടാണ് ലേഡി ടച്ച് പറയുന്നത്. ആർക്കും ചെയ്യാം, ഒന്ന് മെനക്കെടണം. ഇത് ഇത്തിരി ക്ഷമ വേണ്ട പണിയാണ്. അതിലപ്പോ അവർക്ക് ഇതിലും എളുപ്പമുള്ള പണി ജോലിക്ക് പോകലാണെന്ന് വിചാരിക്കും. അവിടെ പോയാലും മാട കൂടെ പണി എടുത്താൽ പോരെ സമയത്തിന്. കുഞ്ഞുങ്ങളെയൊക്കെ മേക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണ്. എന്താണെങ്കിലും ഭയങ്കര ഹാപ്പിയാണ് ഇതൊക്കെ കേൾക്കുമ്പോ. ഇപ്പൊ അച്ഛനും അമ്മയും ഭയങ്കര ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഇയാളെ കൊണ്ട് ജോലി എടുപ്പിക്കുന്നതിന് ഇടയ്ക്കൊക്കെ പറയാറുണ്ടല്ലേ നീ? എന്നാ പറയുന്നത്? അമ്മയാണോ പറയുന്നത്, അച്ഛനാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്? അമ്മയാണ് പറയുന്നത്. എന്നാ പറയുന്നത് അമ്മ? നിനക്ക് അവന് പറഞ്ഞ ജോലിക്ക് വിട്ടൂടെ, എന്തിനാ വീട്ടിലെ ജോലി എല്ലാം ചെയ്യിപ്പിക്കുന്നതെന്നുള്ള രീതിയിൽ പറയും. അപ്പൊ ഭാഗ്യ എന്താ മറുപടി പറയുന്നത്? എനിക്ക് അവിടെ ഒന്നും പറയാനുള്ള, നമ്മള് പുറത്തുള്ളവരാണെങ്കിൽ നമുക്ക് എന്തും പറയാം. പക്ഷെ അമ്മമാർക്ക് നമുക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കാനല്ലേ പറ്റൂ, അല്ലാതെ വേറെ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. തീർച്ചയായും. എന്താണെങ്കിലും നന്നായിട്ട് ഭയങ്കര ഈ സ്നേഹം അങ്ങ് ലൈഫ് ലോങ് നിലനിൽക്കട്ടെ. ആളുകൾ കണ്ണ് വെക്കാതിരിക്കട്ടെ. ഇതും കണ്ണ് കിട്ടും, അതായത് കണ്ണ് കിട്ടും. ഞാൻ ആ ഇതിലല്ല കേട്ടോ ഞാൻ പണ്ടൊക്കെ ഞങ്ങളെ ഒന്നിച്ചുള്ള ഫോട്ടോയൊക്കെ ഇടുമായിരുന്നു കേട്ടാ. ഇപ്പൊ ഇടല് വളരെ ഇട്ടാ പെട്ടിയതടിയാ. കണ്ണിട്ടുണ്ട്. പിന്നെ കണ്ണിടലൊന്നും വിശ്വസിക്കാത്ത ഒരാളാണ്. പക്ഷെ ഞാൻ പറഞ്ഞ ഈ സ്നേഹത്തിൽ ആൾക്കാർക്ക് അസൂയ തോന്നിയിട്ടേ ഞാൻ പറയണത് അത് നമുക്ക്, ഞാൻ പറഞ്ഞത് ഇത് ഒരുപാട് സ്ത്രീകൾ ആഗ്രഹിക്കുന്നതാണ്. ഒന്നും വേണ്ട, നമുക്കൊരു തേങ്ങ ചിരണ്ടി തരുന്നതോ ഒരു ചായ ഇട്ട് തരുമോ, അതൊക്കെ ഭയങ്കര ക്രെഡിറ്റ് ആണ്. പല സ്ത്രീകളും പറയും ചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അത് ഹെൽപ്പിംഗ് അല്ല, ആക്ച്വലി എല്ലാവരുടെ ഡ്യൂട്ടിയാണ്. നിനക്ക് വിശക്കുമ്പോ നിനക്ക് ഭക്ഷണം കഴിക്കണം, നീ ഉണ്ടാക്കി തിന്നണം എന്നുള്ളത് ഒരു ഡ്യൂട്ടിയാണ്. ഇതെന്തോ സ്ത്രീ വെച്ചാലേ തിന്നത്തുള്ളൂ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് മാറണം. അത് നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാർ പിള്ളേര് ചെയ്യുമ്പോൾ അതും ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഭയങ്കര രസമാണ്. അതിന് ഹാറ്റ്സ് ഓഫ്. എനിക്ക് അത് മാത്രമല്ല, ഇപ്പം അമല് ചെയ്യുന്നതുകൊണ്ട് എന്റെ മോൻ ഇത് കണ്ടുപിടിക്കുന്നതുകൊണ്ട് അവന്റെ ഭാര്യയ്ക്കും അതൊരു ഇതാണ്. തീർച്ചയായും അത് വരുന്ന തലമുറയ്ക്ക് അത് തന്നെയാണ്. നമ്മളെപ്പോഴും ഒരു മാതൃകയാണ്. എന്താണെങ്കിലും ഇവിടെ വന്നതിന്, കുറച്ചു നേരം സംസാരിച്ചതിന്, ഈ സ്നേഹം ഇങ്ങനെ അങ്ങ് പഴക്കട്ടെ. ഈ സ്നേഹം എല്ലാവരിലേക്കും എത്തട്ടെ. ഇത് പരന്ന് എല്ലാവരിലും എത്തട്ടെ. നല്ലൊരു ലെസൺ കൊടുക്കുക കേട്ടോ. എന്തായാലും കണ്ടിന്യൂ ചെയ്യണം വീഡിയോസ് ഒക്കെ കേട്ടോ. ശരി, എന്നാൽ താങ്ക് യു.